صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز لنا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിന്റെ മുമ്പ് ആരും എത്തരുത്, നീ ആദ്യം എത്തണം എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അങ്ങ് ചെയ്തേക്ക്. അതാണ് ഇപ്പൊ ഈ വരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനത് ആദ്യം ചെയ്യട്ടെ. അങ്ങനെയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും വിലപിടിപ്പുള്ളത്. 2 മണിക്കൂർ ക്യൂ നിന്ന് കിട്ടിയ നോട്ട്, അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ അതൊക്കെ തന്നെയാണ് ഈ പറയണത്. അല്ല പൊളിഞ്ഞതും കീറിയതൊക്കെ ഉണ്ട്, അതിനെ പറ്റിയല്ല. അള്ളാഹുലേക്ക് കൂടി വരാന്ന് പറഞ്ഞാൽ അതതിൻ്റെ അർത്ഥം. അത്ര കഷ്ടപ്പെട്ട് റബ്ബേ ഞാൻ ആ ചോറ് കൂടി വയ്ക്കാതെയാണ് നിന്നത്. ആ നൃത്തത്തില് കൗണ്ടറിൽ എത്തുമ്പോഴാണ് പറയണത് പൈസ തീർന്നില്ല, അങ്ങനെ കിട്ടിയ 2000-ന്റെ നോട്ടാ. അതൊക്കെ കൊടുത്താണ്ടല്ലോ ജിഹാദ് ചെയ്ത കൂലിയക്കാരെന്നൊക്കെ. സുബ്ഹാനല്ലാഹ്. തപ്പി നോക്കി എന്തെങ്കിലും വീണിട്ടുണ്ടോന്ന് ഞാനീ പറഞ്ഞ പോലത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് ആദ്യം എത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? എങ്കിൽ അങ്ങനെയാവട്ടെ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം കേൾക്കുന്നു, അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ കേൾക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇവരെ കാണുമ്പോണ്ടോ? മഹാന്മാർ പറയും, ഇബാദത്ത് ചെയ്യാൻ ഒരു ഉന്മേഷമൊന്നുമില്ലെങ്കിൽ നല്ല മഹത്തുക്കളുടെ മുഖത്ത് പോയി ഒന്ന് നോക്കിയിട്ട് വാങ്ങി. നമുക്ക് അങ്ങനെ കഴിയുന്നൊരു ഭാഗ്യമാണ്. മഹത്തുക്കളായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം ചെന്ന് സന്ദർശിക്കുക, അവരോട് സലാം പറയാ, അവര് സിയാറത്ത് ചെയ്യുക. ജീവിതകാലത്ത് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവരവിടെ കിടക്കുന്നുണ്ടല്ലോ. ആ മഹത്തുക്കളെ പോയി ചെന്ന് സലാം പറയാ. ആ മഹത്തുക്കളുടെ പുണ്യം, അവർ ചെയ്ത മഹത്വം, ഇതൊക്കെ ഒരുപാട് നമ്മിലേക്ക് പകരാനും കിട്ടാനും ഇത് വലിയ സൗഭാഗ്യമാണ്. ഉലമാ പറയാണ്, അത്തരം ആളുകളൊന്നും പിന്നെ അധികം കാണാനില്ലല്ലോ. മുഖത്തേക്ക് നോക്കുമ്പോൾ ഈമാൻ തുളുമ്പുന്ന ആളുകൾ കുറവാണ്. ഇല്ലാന്ന് പറഞ്ഞൂടാ, ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് മഹത്തുക്കളുടെ ചരിത്രം കേൾക്കുക. അവരെ കാണാൻ പറ്റണില്ല, അവരുടെ ചരിത്രം കേൾക്കുക. അപ്പൊ നമുക്കൊരു ഉന്മേഷം വരും, അവരെ പോലെ ആവണമെന്നൊരു കൊതി വരും. അതുകൊണ്ട് നമ്മുടെ ആബിദീങ്ങളിൽപ്പെട്ട മഹത്തുക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, لو أن رجلا سمع برجل هو أسرع لله منه فمات ذلك الرجل غما. ഒരാൾ മറ്റൊരാളെ സംബന്ധിച്ച് കേൾക്കുന്നു, അയാൾ എന്നെക്കാളും അള്ളാഹുവിലേക്ക് അടുത്ത ആളാണ്, അദ്ദേഹം ചെയ്യുന്ന നന്മ. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കേൾക്കുന്നു, അവൾ തന്നെക്കാളും ഇബാദത്ത് ചെയ്യുന്ന പെണ്ണാണ്. ഇത് കേൾക്കുമ്പോ സങ്കടപ്പെട്ടിട്ട് അങ്ങോട്ട് മരിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസ് നേടാൻ പോകുന്ന ഒരാൾക്ക് സ്വർഗം കിട്ടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊന്നും വലിയ കാര്യമല്ല. അങ്ങനെ സങ്കടപ്പെട്ടങ്ങ് മരിച്ചു എന്ന് വിചാരിക്കാം, ഒരു കുഴപ്പമില്ല. ആ സങ്കടത്തിൽ പോലും ഒരു മാന്യത ഉണ്ട്, ആ മരണത്തിൽ പോലും ഒരു അഭിമാനമുണ്ട്. എന്തേ? എന്നെ കൊണ്ടായില്ലല്ലോ അങ്ങനെ, എങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ? അതുകൊണ്ടാണ് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ കണ്ട സ്വപ്നം വന്ന് പറഞ്ഞു, മാലിക് ഇബ്നു ദീനാർ എന്നവരെ, ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മളിങ്ങനെ ഒരു മജ്ലിസിൽ ഇരിക്കുകയാണ്, ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുകയാണ്. അപ്പോ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല സയ്യിദുസ് സാദ, മഹത്തുക്കളുടെ നേതാവാണ്. അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് എഴുന്നേറ്റോളൂ, സ്വർഗത്തിലേക്ക് എഴുന്നേറ്റോളൂ എന്ന് ഒരാൾ വന്ന് അവിടെ വിളിച്ചു പറഞ്ഞു. മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാതെ ആരും ആ കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽക്കാനുണ്ടായില്ല. തങ്ങട്ട് കേട്ടപ്പോഴേക്കും മാലിക് ഇബ്നു ദീനാർ എന്നവർ ബോധം കെട്ടു വീണതാണ്. അപ്പേ ആ സദസ്സിൽ, ഞാൻ അടക്കമിരിക്കുന്ന സദസ്സിൽ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹ്, ആ മഹാനല്ലാതെ ആരും എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ റബ്ബേ, മുഹമ്മദ് ഇബ്നു വാസിഅ കാന അസ്റഅ ഇലല്ലാഹ്, തന്നെക്കാളും അല്ലാഹുവിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെടുത്ത മഹാനായല്ലോ റബ്ബേ. ആ സങ്കടത്തിൽ മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്നവർ തന്നെ കൊണ്ടതായില്ലല്ലോ എന്ന സങ്കടമാണ്. അസൂയല്ല അത്, അല്ലെങ്കിൽ അത് ഗിബതത്താണ്, നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ്. ബോധം കെട്ടുകൂടുന്ന
ചിലർ പറയില്ല ഞാൻ 6 മാസം കൊണ്ട് ഖുർആൻ ഹിഫ്ദ് ചെയ്തു, ചിലർ പറഞ്ഞു എനിക്ക് 1 കൊല്ലം എടുത്തുള്ളൂ, ചിലർ എനിക്ക് 3 മാസം എടുത്തിട്ടുള്ളൂ. അതൊക്കെ കാണുമ്പോ കേൾക്കുമ്പോ അറിയുമ്പോ എന്തെന്നില്ലാത്തൊരു കൊതി എനിക്കും എന്നൊരാഗ്രഹം വരുന്നുണ്ടോ? അത് വരണം. മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാതെ ആ സദസ്സിൽ നിന്ന് അർറഹീൽ സ്വർഗ്ഗത്തിലേക്ക് വരൂ എന്ന് വിളിച്ചപ്പോ മുഹമ്മദ് ബിൻ വാസി എന്നവരെ ഉണ്ടായുള്ളൂ, വേറെ ആരും ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും കഥ മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാ മാലിക് ബിൻ ദിനാർ എന്ന പ്രബോധം കിട്ടി വീഴുകയാണ്. ഒട്ടും കുറവല്ലല്ലോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സാനി ഉമർ എന്നറിയപ്പെടുന്ന മഹാൻ, താൻ കല്യാണം കഴിച്ചത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന രാജാവിന്റെ മോളെയാണ്. ഫാത്തിമ എന്നവരുടെ പേര്. അവരോട് പറഞ്ഞു, ഫാത്തിമ ഇന്നലീ നഫ്സൻ സവാഖ, ഫാത്തിമ എനിക്ക് വല്ലാത്ത ആഗ്രഹമുള്ള ഒരു ശരീരമാണ് എന്റേത്, വലിയ വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കണമെന്ന ആഗ്രഹമുള്ള ശരീരമാണ് എന്റേത്. കാരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കുടുംബം രാജകുടുംബമല്ല. ഫാത്തിമ, അന്ന് ഞാനൊരു ചെറുപ്പക്കാരനായി നടക്കുമ്പോ എന്റെ മനസ്സിലുണ്ടായ ആഗ്രഹം, രാജാവിന്റെ മോളായ നീ പ്രിൻസസ് ആണ് അല്ലെ, രാജകുമാരിയാണ്, നിന്നെ കല്യാണം കഴിക്കണം എന്നാണ് അന്ന് എന്റെ മനസ്സിൽ ആദ്യം തോന്നിയ തോന്നൽ. അത് നടന്നു, നീ ഇപ്പൊ എന്റെ ഭാര്യയാണ്. ഇനി പറയാനുള്ളത് കൂടെ കേൾക്കണേ ചെറുപ്പക്കാരെ, ഞാൻ അത് ഫോളോ ചെയ്യാൻ പോകണമെന്ന് ചാടിച്ചു പോകാൻ നിൽക്കണ്ടേ. ചിലർ അങ്ങനെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പെണ്ണിനെ കല്യാണം കഴിക്കാൻ ജീവിതത്തിൽ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വാപ്പ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നാട്ടുകാർ മൊത്തം കൂടി അടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കിട്ടുമെന്ന് പറഞ്ഞ് നടക്കാൻ. ആ ഭ്രാന്തിനെ പറ്റിയല്ല ഈ പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഉന്നത ലക്ഷ്യം മനസ്സിൽ കണ്ട് പ്രവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് തോന്നി മുസ്ലിമീങ്ങളുടെ ഖലീഫയാവണമെന്ന്. കാരണം കടുത്ത പരാക്രമങ്ങളും അഴിമതിയും നടക്കുന്ന കാലമാണെന്ന്. അമവി ഭരണകൂടം ഒന്നാകെ നാശത്തിലായ കാലം. ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തണം, ഉമ്മത്തിന് മാതൃക കാണിക്കണം, സ്വഹാബത്തിന്റെ ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ഇന്ന് ഖലീഫത്തുൽ മുസ്ലിമീനാണ്. ഫാത്തിമ, എന്റെ നഫ്സ് ഇനിയും കൊതിക്കുകയാണ്. എന്റെ ശരീരം ഇനി സ്വർഗം കിട്ടണമെന്ന് കൊതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫാത്തിമ. ഞാനിനി പ്രവർത്തിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. നോക്കണം, ഓരോ പടിപടിയായി സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ പോവാണ്. അപ്പോഴാണ് മഹാനവറുകളുടെ ഒരു മൗലാത്ത്, അവിടുത്തെ ഒരു ഖാദിമത്തായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ, ഞാൻ കണ്ട ഒരു സ്വപ്നം ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാണ്. സ്വപ്നം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ സ്വപ്നം എന്നറിയോ? സിറാത്ത് പാലം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. അതിന്റെ മീതെ എല്ലാവർക്കും പോകാനുണ്ടല്ലോ. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. എല്ലാവർക്കും അതിന്റെ മീതെ പോകണം. താഴെ നരകമാണ്, അതിനപ്പുറത്താണ് സ്വർഗം. അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാലത്തിന്റെ അരികത്ത് നിന്ന് ഓരോ ഉമ്മത്തിയും കയറുമ്പോ അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് പറയും നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് പറഞ്ഞ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഹബീബിന്റെ ആ ഒരു ശഫാഅത്തും നാളെ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യവും അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ആയവരെ, നുസിബ സിറാത്ത് എന്ന പാലം അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. ജനങ്ങൾ ആ നരകത്തിന്റെ മീതെയുള്ള പാലത്തിലൂടെ ഓരോരുത്തരായി നടക്കുന്നു. വറഅയ്തു ഉനാസൻ യതസാഖതൂന ഫീഹാ, ആ തീയിലേക്ക് ഓരോരുത്തരായി താഴെ വീഴുന്നത് ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടു. വറഅയ്തുക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളെ ഞാൻ കണ്ടു. വലഖദ് ജീഅ ബിക്, നിങ്ങളെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പെണ്ണിന് ചരിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കണ്ട സ്വപ്നം
മുഴുവനായി പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബോധരഹിതരായി വീണുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ നിങ്ങളെ കൊണ്ടുവന്നു അങ്ങോട്ട്. ആദ്യം പറഞ്ഞു ഓരോരുത്തരെയും സിറാത്തിൽ കൊണ്ടുവന്ന് ഓരോരുത്തരും സിറാത്തിൽ നിന്ന് താഴെ വീഴുന്നത് ഞാൻ കണ്ടു. വജീഅബിക നിങ്ങൾ അവിടെ കൊണ്ടുവന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അമീറുൽ മുഅ്മിനീനെ വഖദ് ജീഅബിക നിങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നടന്നത് എന്താണെന്ന് പറയാൻ അത് കേൾക്കാൻ ഉണ്ടായില്ല. മഹാനവറുകൾ ബോധരഹിതരായി വീണുപോയിട്ടുണ്ട്. ഈ പെണ്ണ് കാതിൽ വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു റഅയ്തുക വല്ലാഹി ഖദ് നജൗത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അമീറുൽ മുഅ്മിനീനെ നിങ്ങൾ രക്ഷപ്പെട്ടതാണ് ഞാൻ കണ്ടത്. റഅയ്തുക വല്ലാഹി ഖദ് നജൗത് നിങ്ങൾ രക്ഷപ്പെട്ടതാണ് ഞാൻ കണ്ടത്, നിങ്ങൾ വീണിട്ടില്ല. അത് പറയാൻ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ബോധം കിട്ടും. റബ്ബേ സിറാത്തിൽ എന്നെ കൊണ്ടുവന്നോ, നിങ്ങളെയും കൊണ്ടുവന്ന് അവിടെ നടക്കാൻ എന്ത് സംഭവിക്കും റബ്ബേ എന്ന് പേടിച്ച് ബോധരഹിതനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമ്മൾ എത്ര ചരിത്രങ്ങളും എത്ര അനുഭവങ്ങളും എന്തെല്ലാം ഹദീസുകളും നമ്മൾ കേൾക്കുന്നവരാണ്. നമ്മുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് ആ ഒരു അനക്കവും ഒരു തട്ടലും ഒരു തേങ്ങലും നമ്മുടെ ഖൽബിൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക, വഅഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശാ, റബ്ബേ പേടില്ലാത്ത ഹൃദയം എനിക്ക് തരല്ലേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. ഇന്നല്ലാഹ അസ്സ വജല്ല ഗറസ ജന്നത അദ്നിൻ ബിയദൈഹി അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ കരങ്ങളാൽ അല്ലാഹു ജന്നത്തു അദ്ൻ സൃഷ്ടിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത സ്വഹാബിമാർ ഇബ്നു ഉമർ എന്നവരാണ് അത് പറഞ്ഞത്. ഇന്നല്ലാഹ خلق جنة عدن بيدي وخلق آدم بيدي وخلق العرش بيدي وخلق القلم بيده وخلق سائر الكائنات بقول كن كن എന്ന വാക്കിനാൽ സർവസ്ത്ര വസ്തുക്കളെയും അല്ലാഹു പടച്ചെങ്കിലും ഖലമും അല്ലാഹുവിന്റെ അർശും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ മനുഷ്യരിലെ സൃഷ്ടിയായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനെയും ജന്നത്തു അദ്നിനെയും അല്ലാഹു അവന്റെ കരങ്ങളാൽ എന്ന പ്രയോഗം, പക്ഷേ അല്ലാഹുവിന്റെ കരങ്ങൾ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ കരങ്ങളാൽ സവിശേഷമായ ഒരു ഖുദ്റത്തിനാൽ അല്ലാഹു ഉണ്ടാക്കിയതാണ് ജന്നത്തു അദ്ൻ. അപ്പോഴാണ് മുഅ്മിനീങ്ങൾ അത് സൃഷ്ടിച്ച ആ ജന്നത്തിനെ ഖറസ എന്ന് പറയാം, നട്ടുപിടിപ്പിച്ചു. നട്ടുപിടിപ്പിച്ച ആളെയും നട്ടുപിടിപ്പിച്ചവനായ അല്ലാഹുവിനെയും ആ തോട്ടത്തിൽ വളർന്നു വന്ന അവിടുത്തെ വൃക്ഷങ്ങൾ മറ്റൊന്നുമല്ല സ്വർഗം. ആ സ്വർഗവും അതുണ്ടാക്കിയ പടച്ചതമ്പുരാനെയും കാണാനുള്ള കൊതി കൊണ്ടാണ് സത്യവിശ്വാസികളായ നമ്മുടെ മുൻഗാമികൾ അതിലേക്ക് ഓടിച്ചെന്നത്. എനിക്കത് വേണം. ഇന്ന നിസാഅൽ ജന്നതി ഖുലിഖന മിനസ് സഅഫറാൻ, സഅഫറാൻ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പെണ്ണുങ്ങളാണ് സ്വർഗീയ എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം എന്നവർ. അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കാരമുണ്ട്. ഒരു രാത്രി നിർവഹിക്കാൻ കഴിയാതെ മഹാനവറുകൾ ഒന്ന് കിടന്നുറങ്ങിപ്പോയി. ആ ഉറക്കം നമുക്കൊരു ഹൈറായി. എന്തേന്നറിയോ? ആ ഉറക്കത്തിലാണ് രണ്ട് വലിയ കവിതകൾ, രണ്ട് വലിയ പാട്ട് മഹാനവറുകൾ ഉറക്കത്തിൽ പഠിച്ചെടുത്തു. ആരെന്നറിയോ? സ്വർഗത്തിൽ ഒരു ഹൂരിയായ ഒരു പെണ്ണ് പാടിക്കൊടുത്ത പാട്ടായിരുന്നു അത്. മഹാനായ അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു തആല അൻഹു അന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല, ചില ക്ഷീണായിരുന്നു, ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത്. അന്നംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന സ്വർഗ്ഗത്തിലെ ഹൂറികളിൽപ്പെട്ട ഒരു ഹൂറുല്ലീൻ, ഹൂറിയായ ഒരു പെണ്ണ് മഹാനവറുകളോട് പറയാണ്, തനാമു വൽ മലികു യഖ്ളാൻ, അബൂ സുലൈമാൻ ദാറാനി നിങ്ങൾ ഉറങ്ങുകയാണോ? നിങ്ങളുടെ രാജാവ് ഉണർന്നിരിക്കുകയാണ്. രാജസദസ്സിൽ വരേണ്ടതിന് പകരം നിങ്ങൾ പോയി കിടന്നുറങ്ങുകയാണോ? ഇവിടെയല്ലേ രാജാവ് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? രാജാവ് ഉണർന്നിരിക്കുന്നു, ആരും ചെന്ന് ചോദിക്കാനില്ല. നിങ്ങൾ ഉറങ്ങുകയാണോ? ബുഅ്സൻ ലിഐനിൻ ആഥറത് ലദ്ദത നൗമിൻ അലാ മുനാജാതിൽ മലികിൽ അല്ലാം, കാരുണ്യവാനായ അല്ലാഹുവിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹം തോന്നാതെ
അള്ളാഹുവിന്റെ മുമ്പിൽ അഭിമുഖ സംഭാഷണം നടത്തണമെന്നും wudu എടുത്ത് നിസ്കരിക്കണമെന്നും തോന്നാതെ ഉറക്കിനെ ആഗ്രഹിക്കുന്ന ഒരു കണ്ണുകൾക്ക് നാശമേ. എത്ര രാത്രികൾ നമുക്ക് കടന്നുപോയി അങ്ങനെ ഒരു ഖിയാമുൽ ലൈലോ ഒരു തഹജ്ജുദോ ചെയ്യാൻ കഴിയാതെ. എന്തേ കാര്യം ഉണ്ടായത്? ഒരല്പനേരം ഉറക്കൊഴിച്ചു എന്ന് വിചാരിക്കുക, അതുകൊണ്ട് എന്ത് നഷ്ടം നമുക്ക് വന്നിട്ടുണ്ടാവും? അതുകൊണ്ട് ഹൗരിയായ പെണ്ണ് പറഞ്ഞു, ആയിരക്കണക്കിന് വർഷമായി നിങ്ങൾക്ക് വേണ്ടി എന്നെ അല്ലാഹു സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ എന്നെ കിട്ടാൻ വരുന്ന നിങ്ങൾ ഉറങ്ങുകയാണോ? നിങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് കൊല്ലങ്ങളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 2 വരി പാട്ട് ആ പെണ്ണവിടെ പാടിക്കൊടുത്തു ഉറക്കത്തിൽ. ആ ഉറക്കത്തിലെ മനപ്പാഠമാക്കി അബൂ സുലൈമാൻ ദാറാനി റഹ്മഹുല്ലാഹ്, അതതുലൂബു മിഥ്ലി വഅന്നി തനാമു വനൗമുൽ മുഹിബ്ബീന അന്നാ ഹറാമു لأننا خلقنا لكل امرئ كثير الصلاة كثير الصيام. ഇത് പറഞ്ഞിട്ട് പെണ്ണങ്ങ് മറഞ്ഞുപോയി, സ്വപ്നത്തിൽ അങ്ങ് മറഞ്ഞുപോയി. എന്താ പറഞ്ഞെന്നറിയോ? അതതുലൂബു മിഥ്ലി വഅന്നി തനാം. എന്നെ പോലെയുള്ള സ്വർഗീയ ഭാര്യമാരെ കിട്ടണമെന്ന് കൊതിക്കുന്നവനെ നീ ഉറങ്ങണോ? വനൗമുൽ മുഹിബ്ബീന അന്നാ ഹറാം. സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉറക്കമില്ലല്ലോ. ദുന്യാവിലെ പ്രേമത്തിന് ഉറക്കല്ല. രാത്രി 3 മണിക്കൊക്കെയാണ് ചാറ്റിങ് നടക്കുന്നത്. ഇപ്പോൾ ഉമ്മയും ബാപ്പയൊക്കെ കടന്നുറങ്ങിയതിന് ശേഷം കാമുകൻ അവിടുന്ന് ഇവിടുന്ന് പുതപ്പിന്റെ ഉള്ളിന്ന് രാത്രി 3 മണി 4 മണിക്കൊക്കെയാണ്. ചില ഓരോ ലവ് സ്റ്റോറികളുടെ പ്ലേ ബാക്ക് എടുത്ത് നോക്കുമ്പോഴേ വിളിച്ച നേരം ഇങ്ങനെയൊക്കെയാണ്. നട്ടപ്പാതിരാക്ക് ദുന്യാവിലെ ഒരു പെണ്ണിനെ മോഹിച്ചു, അതും ഹറാമിലൂടെ. അതിന് ചെലവഴിക്കുന്നത് പാതിരാ സമയം. നിസാഉൽ ജന്നതി ഖുലിഖന മിനസ് സഅഫറാൻ. പരിശുദ്ധമായ സഅഫറാൻ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പെണ്ണുങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ ദുന്യാവിൽ വ്യഭിചാരം കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്നവരെ, ഒരു ഹൂറിയായ പെണ്ണിന്റെ തലയിൽ മറക്കുന്ന മേൽത്തട്ടം തന്നെ ഈ ലോകത്തെ സർവ്വതിനേക്കാളും ഖൈർ എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കെ, അചനാമു അതതുലൂബു മിഥ്ലി വഅന്നി തനാം. എന്നെ വേണമെന്ന് കൊതിക്കുന്നവനെ നീ ഉറങ്ങുകയാണോ? വനൗമുൽ മുഹിബ്ബീന അന്നാ ഹറാമു. പ്രേമിക്കുന്ന ആളുകൾക്ക് ഉറക്കം വരാറില്ലല്ലോ. നീ എന്താണ് ഉറങ്ങുന്നത് എന്ന് ഹൂറി ചോദിച്ചു. ലിഅന്നാ ഖുലിഖനാ ലികുല്ലി ഇംറിഇൻ കസീരിസ് സ്വലാത്തി കസീരിസ് സിയാം. ഞങ്ങളെ അല്ലാഹു പടച്ചത് ധാരാളം നിസ്കരിക്കുകയും ധാരാളം സുന്നത്ത് നോമ്പെടുക്കുകയും ചെയ്യുന്നവർക്കാണ്. അവർക്കാണ് ഞങ്ങളെ പടച്ചത്. ഉറങ്ങാണോ? ആ രാത്രി മഹാനവറുകൾ എഴുന്നേൽപ്പിച്ചു. വിവാദത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഉന്നത, നമ്മൾ ആകെ ലക്ഷ്യം ഖളാവരുതെന്ന, അങ്ങനെയല്ല. അത് അവ്വല് വക്തിൽ നിസ്കരിക്കാനും അതൊരു ജമാഅത്തായിട്ട് നിസ്കരിക്കാനും അത് കഴിഞ്ഞതിന്റെ സുന്നത്തുകളും റവാത്തിബുകളും അതിന്റെ ആദാബുകളും സുനനുകളും ഒക്കെ ദിക്റുകളും ഒക്കെ ചൊല്ലി അതിരാവിലെ ഒരു തഹജ്ജുദെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ലക്ഷ്യമാക്കി. കൂലിപ്പണിക്ക് പോയിട്ട് രാവിലെ പോയിട്ട് ഇശാവും കഴിഞ്ഞ് വന്നിട്ട് 5 വക്ത് ഒരുമിച്ച് ഖളാ കൂട്ടുന്ന വമ്പന്മാരൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. എന്ത് ഉദ്ർ അല്ലാഹുവിനോട് പറയാൻ പറ്റും? എന്ത് കാരണം പഠിച്ചോണ്ട് പറയാൻ പറ്റും? എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? എമ്പാടും മുസ്ലിം വീടുകൾ നമ്മുടെ നാട്ടിലില്ലേ? ഒരു ഉളു കൊടുത്ത് നിസ്കരിക്കാൻ ഒരു വീടിന്റെ തിണ്ണയെങ്കിലും കിട്ടാത്തവരുണ്ടാവോ? ഖിബില എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാത്തവരുണ്ടാവോ? എന്നിട്ടാണ് നിന്റെ ദേഹത്ത് ചളിയല്ലേ, ചളി ഉണ്ടാകുന്ന നജസില്ലെങ്കിൽ നിസ്കരിച്ചൂടെ? അങ്ങനെ നമ്മൾ അലംഭാവം കാണിക്കുകയാണ്. പെണ്ണുങ്ങൾ പറയും, ഞാൻ ഇപ്പൊ നിസ്കരിക്കില്ല, ദേഹത്ത് കുട്ടി മൂത്ര വെച്ചിട്ടുണ്ട്, അതങ്ങ് മാറ്റി കുളിച്ച് വൃത്തിയായ നിസ്കരിച്ചൂടെ? അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. നമ്മൾ പറയും മുസ്ലിം ഉമ്മത്ത് ആഗോള പ്രതിസന്ധിയിലാണ്. നമ്മുടെ പ്രതിസന്ധി നമ്മൾ തന്നെയാണ്. അതാണ് വിഷയം. നമ്മുടെ പ്രതിസന്ധി നമ്മളാണ്. നമ്മൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങാതെ ഈ ഉമ്മത്തിന് രക്ഷയില്ല. നമ്മൾ നമ്മുടെ സുന്നത്തുകളിലേക്കും ഹബീബിന്റെ ചര്യയിലേക്കും തിരിച്ചു വരാതെ ഈ ഉമ്മത്തിന് പ്രതിസന്ധി എന്ന് മോചനം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫضل കൊണ്ട് ഈ ഉന്നത മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ.